ഹസ്ബൻഡും വൈഫാണോ? സോറി സർ. ഓക്കെ, പിന്നെ ചോദിക്കേണ്ടത് അല്ലേ? പേരെന്ത്? സുനിൽ. എവിടെയല്ലേ? സ്റ്റേബിൾ. കടമൊന്നുമില്ല എന്നാലും അല്ലേ? അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കുന്നില്ല, ജീവിതത്തിൽ നമ്മൾ എങ്ങനെ എല്ലാവരും ഇങ്ങനെ തന്നെ ജീവിച്ചു പോകുമ്പോൾ ഒരു 10 വർഷം കൂടെ മുന്നോട്ട് പോയാൽ ദേവ എന്ത് ചെയ്തിട്ടുണ്ടാവും ജീവിതത്തിൽ അല്ലേ? ഒരു 10 വർഷം കൂടെ മുന്നോട്ട് പോയാലും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അതായത് നമ്മൾ ജീവിതം മുന്നോട്ട് പോകും തോറും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഇപ്പൊ തൽസ്ഥിതിയിൽ തുടരേണ്ടി വരും. തൽസ്ഥിതിയിൽ തുടർന്നാലോ ഇപ്പോൾ എന്ത് കിട്ടുന്നു അത് തന്നെ കിട്ടുള്ളൂ. അത് വേണം അല്ലേ? എന്തെങ്കിലും വ്യത്യാസം വേണ്ടേ അല്ലേ? അപ്പൊ അങ്ങനെ വ്യത്യാസം വരണമെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ 100 പേരെടുത്ത് കഴിഞ്ഞാൽ 50% പേര് എവിടെയാണ്? ലോ ക്ലാസ്. 30% മിഡിൽ ക്ലാസും 10% പ്രീമിയം, 1% അൾട്രാ പ്രീമിയം. അപ്പൊ നോക്കി എവിടെയുണ്ട് നമ്മൾ? ഇതില് എവിടെയോ ഉണ്ട് അല്ലെ? എങ്കിൽ ഇവിടെ എത്താൻ എന്ത് ചെയ്യും നമ്മൾ? ഇവിടെ എത്താൻ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിലോ വിധിയെ പഴിച്ചുകൊണ്ട് ഇവിടെ എത്താൻ, ഇവിടെ ദൈവം നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? പല മനുഷ്യരുടെ രൂപത്തിൽ. പക്ഷേ ഇവിടെ എത്താൻ സാധിച്ചില്ലെങ്കിലോ നമ്മളെല്ലാവരും നിരാശരായിട്ട് ഒരു ദിവസം ഇവിടുന്ന് പോകേണ്ടി വരും. അപ്പൊ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, ഇന്ന് ഈ കേൾക്കുന്നത് വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ വിത്തിൻ 2 വർഷം മുതൽ 5 വർഷം കൊണ്ട് നിങ്ങൾക്കും ഇവിടെ ഈ പ്രീമിയം ലെവലിലോ അതല്ലെങ്കിൽ അൾട്രാ പ്രീമിയത്തിലോ എത്താൻ സാധിക്കും. എന്റെ ചോദ്യം, ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ എത്തിയിട്ടില്ല? എന്തുകൊണ്ട് ഇവിടെ എത്തിയിട്ടില്ല? എന്താ കാരണം എന്നറിയാം? ഇതിന്റെ വിളിക്കുന്ന പേരെന്താണെന്നറിയാം? ഇവരെ മലയാളത്തില് കോടീശ്വരൻ അല്ലെ? എന്തുകൊണ്ട് നിങ്ങൾ കോടീശ്വരനായിട്ടില്ല എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇന്നേ വരെ കോടീശ്വരനാവാൻ പഠിക്കാനുള്ള ക്ലാസ്സിൽ പോയിട്ടില്ല. എന്തുകൊണ്ട് കോടീശ്വരനായില്ല? പഠിക്കാൻ പോയിട്ടില്ല അല്ലേ? നമ്മൾ എന്താ പഠിക്കാൻ പോയത്? സ്കൂളിൽ, കോളേജിൽ. എന്തിനാ? ജോലി കിട്ടാൻ. ജോലി കിട്ടി എന്ത് കിട്ടും? ശമ്പളം കിട്ടി. എത്ര കിട്ടും? എത്ര കിട്ടും? അല്ലേ? ഒരു 25,000, 50,000, 1 ലക്ഷം രൂപ. എത്ര വേണമെന്നറിയോ നമുക്കൊരു മാസം ജീവിക്കാൻ? ഇവിടുത്തെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് പറയുന്നൊരു കാര്യം, പെർ മന്ത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ജീവിച്ചു പോകണമെങ്കിൽ പെർ മന്ത് 3,33,333 രൂപ നിങ്ങൾ ഏൺ ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് മീൻസ് പ്രതിവർഷം 40 ലക്ഷം രൂപ. ഇപ്പൊ എത്ര കുറവുണ്ട്? അല്ലേ? അപ്പൊ എവിടെ തെറ്റിയത്? നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചു ജോലിക്ക് പോയപ്പോ എത്ര രൂപയാണ് സമ്പാദിക്കേണ്ടത് എന്ന് നമ്മളെ ആരും പഠിപ്പിച്ചില്ല. യെസ് ഓർ നോ? അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താ? ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫിഗറിലേക്ക് നിസ്സാര വർഷം കൊണ്ട് എത്താനുള്ള ഒരു അവസരം. പണം കയ്യിലുള്ളവർക്ക് അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും പണം കയ്യിലില്ലാത്തവർക്ക് ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടും അവിടേക്ക് എത്താൻ പറ്റും. വേണം എങ്കിൽ ഈ ക്ലാസ്സിന്റെ പേരെന്താ? എന്താ പേര്? അതായത് നമ്മളിങ്ങനെ പറയാറുണ്ട്, കയ്യിൽ 1000 ഉള്ളവർ. ആരാ കയ്യിൽ 1000 ഉള്ളവർ?